ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ശ്രമിക്കുന്നുണ്ടല്ലോ, കഷ്ടപ്പെടുന്നുണ്ടല്ലോ, എന്നിട്ടും മനസ്സിന് സമാധാനം കിട്ടാതെ പോകുന്നുണ്ടോ? എല്ലാം ഉള്ളിട്ടും എന്തോ നഷ്ടപ്പെട്ടതുപോലൊരു തോന്നൽ. രാത്രി ഉറങ്ങുമ്പോൾ പോലും ചിന്തകൾ വിടാതെ പിടിക്കുന്ന അവസ്ഥ. ഇന്ന് നിങ്ങൾ ഇവിടെ എത്തിയത് യാദൃശ്ചികമല്ല. ഭഗവാൻ ശിവൻ തന്നെ നിങ്ങളെ ഈ സന്ദേശത്തിലേക്ക് കൊണ്ടുവന്നതാണ്. കാരണം ഇതൊരു കഥയല്ല, ഇതൊരു പ്രവചനവുമല്ല. നിങ്ങളുടെ ജീവിതം അകത്തുനിന്നും മാറിത്തുടങ്ങുന്ന ഒരു വഴിയാണ്. ഇത് തുടർച്ചയായി ചെയ്താൽ സമാധാനവും ഐശ്വര്യവും നിങ്ങളെ തേടിയെത്തും. വൈകാതെ, ശബ്ദമില്ലാതെ, പക്ഷേ സ്ഥിരമായി. ഈ വീഡിയോ മുഴുവൻ ഒരു വിശ്വാസിയായി കേൾക്കണമെന്നില്ല, ഒരു മനുഷ്യനായി കേട്ടാൽ മതി. അവസാനം നിങ്ങൾ തീരുമാനിക്കൂ, ഇത് വെറും വാക്കുകളാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ പുതിയ തുടക്കമാണോ എന്ന്. ഇന്നത്തെ മനുഷ്യന്റെ ഏറ്റവും വലിയ ദുഃഖം ദാരിദ്ര്യമോ പരാജയമോ അല്ല, അശാന്തിയാണ്. എല്ലാം ഉണ്ടായിട്ടും മനസ്സിന് സമാധാനമില്ലാത്ത അവസ്ഥ. രാവിലെ കണ്ണു തുറക്കുമ്പോൾ തന്നെ ചിന്തകളുടെ ഭാരവും രാത്രിയിൽ ഉറങ്ങുമ്പോൾ പോലും അവസാനിക്കാത്ത ആശങ്കകളും. ഭഗവാൻ ശിവൻ പറയുന്ന ആദ്യ സത്യം ഇതാണ്: സമാധാനം പുറത്തന്വേഷിക്കുന്നതുകൊണ്ടാണ് നമ്മളത് നഷ്ടപ്പെടുത്തുന്നത്. ജോലി, ബന്ധങ്ങൾ, പണം, അംഗീകാരം ഇവയെല്ലാം ഉപകരണങ്ങൾ മാത്രം. മനസ്സ് ശാന്തമല്ലെങ്കിൽ സ്വർഗത്തിലും നമുക്ക് നരകമേ അനുഭവപ്പെടും. ശിവൻ എല്ലായ്പ്പോഴും കാണപ്പെടുന്നത് ധ്യാനത്തിലാണ്. കയ്യിൽ ആയുധമില്ല, കിരീടമില്ല, അധികാരത്തിന്റെ ചിഹ്നങ്ങളുമില്ല. കാരണം അവനൊന്നും നേടാനില്ല. അവൻ നേടിയതാണ് അകത്തുള്ള പൂർണ്ണത. നമ്മൾ ഓരോ ദിവസവും നഷ്ടപ്പെടുത്തുന്നത് ഇതാണ്. ജീവിതം മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ തന്നെ പിന്നിലാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ശിവന്റെ വഴിയിൽ ആദ്യപടി ഒരു നിമിഷം നിർത്തി ശ്വാസമെടുക്കാൻ പഠിക്കുക. ഇത് തുടർച്ചയായി ചെയ്താൽ ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും നിങ്ങളെ തേടിയെത്തും എന്ന വാക്ക് ഒരു പ്രേരണാവാക്യമല്ല, അതൊരാത്മീയ നിയമമാണ്. കാരണം മനസ്സ് ശാന്തമായാൽ തീരുമാനങ്ങൾ ശുദ്ധമാകും. തീരുമാനങ്ങൾ ശുദ്ധമായാൽ കർമ്മങ്ങൾ ശരിയാകും. കർമ്മങ്ങൾ ശരിയായാൽ ഫലം വൈകിയാലും തെറ്റില്ല. ശിവൻ ഒരിക്കലും വേഗം കാട്ടുന്ന ദൈവമല്ല. അവൻ ശരിയായ സമയത്ത് ശരിയായതേ നൽകൂ. ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ലളിതമായ ആത്മീയ ശീലങ്ങളാണ്. നിങ്ങൾ എവിടെയായാലും, എന്ത് ജോലി ചെയ്താലും, ഏതവസ്ഥയിലായാലും ഇതിലൊന്നും തടസ്സമാവില്ല. കാരണം ശിവൻ ചോദിക്കുന്നത് നിങ്ങളുടെ സമയമല്ല, നിങ്ങളുടെ സത്യസന്ധതയാണ്. നമ്മളെല്ലായ്പ്പോഴും സംസാരിക്കുന്നു, മറ്റുള്ളവരോടും ലോകത്തോടും. പക്ഷേ സ്വയം സംസാരിക്കാൻ നാം ഭയക്കുന്നു. ശിവന്റെ ഏറ്റവും വലിയ ഉപകൽശം നിശ്ശബ്ദതയാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ ശിവൻ ഉണരുന്നു എന്ന് പറയുന്നില്ല. അത് മനുഷ്യന്റെ മനസ്സാണ് അന്ന് ശുദ്ധമാകുന്നത്. ആ സമയത്ത് 10 മിനിറ്റ് മൗനത്തിലിരിക്കുക എന്നത് 1000 പ്രാർത്ഥനകളേക്കാൾ ശക്തമാണ്. നിശ്ശബ്ദമായിരിക്കുക എന്നത് ചിന്തകൾ ഇല്ലാതാക്കുക എന്നല്ല. ചിന്തകളോട് യുദ്ധം ചെയ്യേണ്ടതുമില്ല, അവയെ കാണുക മാത്രം. ശിവൻ സമുദ്രത്തിൽ വിഷം വന്നപ്പോൾ അതിനെ തള്ളിക്കളഞ്ഞില്ല, ഉള്ളിലെടുത്തു. പക്ഷേ ഹൃദയത്തിലേക്ക് പോകാൻ അനുവദിച്ചില്ല. നമ്മൾ പഠിക്കേണ്ടത് ഇതാണ്: ചിന്തകൾ വരട്ടെ, പക്ഷേ ജീവിതത്തെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. ഈ ശീലം തുടർച്ചയായി ചെയ്താൽ ആദ്യം സംഭവിക്കുന്നത് ഒരു ചെറിയ മാറ്റമാണ്. നിങ്ങൾ വേഗം പ്രതികരിക്കുന്നത് നിർത്തും. ദേഷ്യം, ഭയം, വിഷമം എല്ലാം വരും, പക്ഷെ നിങ്ങൾ അതിൽ മുങ്ങില്ല. ഇതുതന്നെ ഒരു വലിയ ഐശ്വര്യമാണ്. കാരണം വികാരങ്ങളെ നിയന്ത്രിക്കുന്നവനെയാണ് ജീവിതം അനുസരിക്കുന്നത്. ശിവന്റെ മൗനം ശൂന്യതയല്ല, അത് ശക്തിയാണ്. ലോകം മുഴുവൻ അതിൽ നിന്ന് പിറന്നതാണ്. നിങ്ങൾ ദിവസവും നിശ്ശബ്ദതയ്ക്ക് ഇടം കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കിടന്നിരുന്ന ഉത്തരങ്ങൾ പുറത്തുവരാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയും, സമാധാനം ഞാൻ തേടിയില്ല, അത് തന്നെയാണ് എന്നെ തേടി വന്നത്. നമ്മളെ ഏറ്റവുമധികം തളർത്തുന്നത് പ്രശ്നങ്ങളല്ല, പ്രശ്നങ്ങളോട് നടത്തുന്ന യുദ്ധമാണ്. ശിവന്റെ ജീവിതം നോക്കൂ. അപമാനം, ഒറ്റപ്പെടൽ, വിഷം, നാശം എല്ലാം വന്നിട്ടും അവൻ ശാന്തനായി നിന്നു. കാരണം അവനെല്ലാം സ്വീകരിച്ചു. സ്വീകാര്യത എന്നത് കീഴടങ്ങലല്ല, വളർച്ചയ്ക്ക് വഴിയൊരുക്കലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദുരിതം വന്നാൽ ഉടൻ ചോദിക്കുന്ന ചോദ്യം എന്തിനെനിക്ക്? ശിവന്റെ ശിഷ്യൻ ചോദിക്കേണ്ട ചോദ്യം ഇതിലൂടെ ഞാൻ എന്തു പഠിക്കണം? ഇത്രമാത്രം വ്യത്യാസം. പക്ഷേ ഫലം ആകാശവും ഭൂമിയും പോലെ വ്യത്യസ്തം. പരാതിയിൽ ജീവിക്കുന്നവനെ ദുരിതം തകർക്കും, സ്വീകാര്യതയിൽ നിൽക്കുന്നവനെ അത് ശക്തനാക്കും.
ഈ ശീലം തുടർച്ചയായി വന്നാൽ ജീവിതത്തിൽ വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയത് വഴി തുറക്കും. നിങ്ങളെ അവഗണിച്ചവർ തന്നെ തിരിഞ്ഞുവരും. കാരണം ജീവിതം ശക്തരെ തേടുന്നു, പരാതിക്കാരെ ഒഴിവാക്കുന്നു. ശിവൻ കൈവിട്ട ഭക്തരില്ല, പക്ഷെ അവൻ മനസ്സുള്ള ഭക്തരെ മാത്രമാണ് ഉയർത്തിയത്. നീലകണ്ഠനായത് ശിവന്റെ ദുർബലതയല്ല, അവന്റെ മഹത്വമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ വിഷങ്ങൾക്കും ഒരർത്ഥമുണ്ട്. അവയെ ശത്രുവാക്കി കാണാതെ അധ്യാപകനാക്കി കാണുക. അന്നുമുതൽ നിങ്ങൾ തോൽക്കില്ല, നിങ്ങൾ വളരും. നമ്മൾ ദിവസവും കിട്ടാത്ത കാര്യങ്ങൾ എണ്ണുന്നു. ശിവഭക്തൻ ചെയ്യേണ്ടത് ലഭിച്ചതെണ്ണുകയാണ്. രാത്രി ഉറങ്ങുന്നതിനു മുൻപ് 3 കാര്യങ്ങൾ ഓർക്കുക. ചെറിയതായാലും മതി. ശ്വാസം, ആഹാരം, ഒരു നല്ല വാക്ക്. കൃതജ്ഞത മനസ്സിന്റെ ദാരിദ്ര്യം നീക്കുന്നു. ഇതിനുശേഷം പതുക്കെ അതീവ ശാന്തമായി പറയുക, ഓം നമഃശിവായ. ഇതൊരു വാക്കല്ല, ഒരു ക്രമീകരണമാണ്. ചിതറിക്കിടക്കുന്ന നിങ്ങളുടെ ചിന്തകളെ ഒരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്ന ശബ്ദം. നാമസ്മരണം തുടർച്ചയായാൽ കർമ്മങ്ങൾ സുതാര്യമാകും. നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ ഭാഗ്യം പ്രവർത്തിക്കാൻ തുടങ്ങും. കാരണം ശിവന്റെ നാമം ഉച്ചരിക്കുന്നവൻ ഒറ്റയാളല്ല, അവൻ ശിവന്റെ സംരക്ഷണത്തിലാണ്. 40 ദിവസം ഇത് തുടർച്ചയായി ചെയ്താൽ നിങ്ങൾ മറ്റൊരാളാകും. പ്രശ്നങ്ങൾ കുറയുമെന്ന് ഞാൻ പറയില്ല, പക്ഷെ നിങ്ങൾ അവയെ നേരിടുന്ന രീതിയാണ് മാറുക. അതാണ് യഥാർത്ഥ ഐശ്വര്യം. ശിവന്റെ കൃപ പണമായിരിക്കണമെന്നില്ല. ശാന്തമായ മനസ്സാണ് അവന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ഇതൊരു കഥയായി കേട്ടിട്ട് മറക്കാനുള്ള സന്ദേശമല്ല. ഇതിന്ന് കേട്ടാൽ മാത്രം മാറ്റം വരുന്ന വാക്കുകളുമല്ല. നാളേക്ക് മാറ്റിവെക്കാതെ ഇന്ന് തന്നെ തുടങ്ങണം. ദിവസം തോറും കുറച്ചു നിമിഷം നിശബ്ദതയ്ക്ക് ഇടം കൊടുക്കുക. വന്നതെല്ലാം സ്വീകരിക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കുക. കിട്ടിയതെല്ലാം ഓർത്ത് നന്ദി പറയുക. ശേഷം ശിവനാമം ജപിച്ച് ദിനം അവസാനിപ്പിക്കുക. ഇത് വലിയ വ്രതമല്ല, ആളുകൾ കാണാൻ വേണ്ടിയുള്ള ആത്മീയതയുമല്ല. നിങ്ങളുടെ ജീവിതത്തെ ശാന്തമായി അകത്തുനിന്ന് മാറ്റുന്ന ശിവൻ കാണുന്ന ആത്മാർത്ഥശ്രമമാണ്. ഒരു ദിവസം ചെയ്താൽ നിങ്ങൾക്ക് ശാന്തി അനുഭവപ്പെടാം. 10 ദിവസം ചെയ്താൽ മനസ്സ് സ്ഥിരത നേടും. 40 ദിവസം തുടർച്ചയായി ചെയ്താൽ നിങ്ങൾ തന്നെ ചോദിക്കും, എന്താണ് ഇത്രകാലം ഞാനിത് ചെയ്യാതിരുന്നത്? പ്രശ്നങ്ങൾ മാറിയില്ലെങ്കിലും അവ നിങ്ങളെ തകർക്കില്ല. വേദനകൾ വന്നാലും അവ നിങ്ങളെ നിശബ്ദമായി ശക്തരാക്കും. അതാണ് ശിവന്റെ വഴി. ശിവൻ ഒരിക്കലും ശബ്ദത്തോടെ വരില്ല. അവൻ എത്തുമ്പോൾ ജീവിതം തന്നെ ശാന്തമാകുന്നതാണ് അടയാളം. സമാധാനവും ഐശ്വര്യവും നിങ്ങൾ തേടിപ്പോകേണ്ട കാര്യമല്ല. നിങ്ങൾ തയ്യാറായാൽ അവ തന്നെയാണ് നിങ്ങളെ തേടി വരുന്നത്. ഇന്നു മുതൽ ഈയൊരു ശീലത്തോടെ ജീവിതം തുടങ്ങൂ. ശിവൻ കൈവിടാത്ത ഭക്തരുടെ പട്ടികയിൽ നിങ്ങളും ഉണ്ടായിരിക്കും. ഓം നമഃശിവായ.